നമസ്കാരം. എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻട്രി ടീച്ചിങ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് 2022 നടന്ന HSST ബോട്ടണി എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നാണ് വന്നത്, ഓരോ ഭാഗത്തിനും എത്ര വെയിറ്റേജ് ആണ് ലഭിച്ചത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് കടക്കാം. ഞാൻ ഡോക്ടർ അശ്വതി. HSST ബോട്ടണി എക്സാമിന്റെ 100 ക്വസ്റ്റ്യൻസിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ 4 പാർട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് കാണാൻ പറ്റും. അതായത് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആൻഡ് പാർട്ട് 4. ഇതിൽ പാർട്ട് 1ലാണ് ബോട്ടണിയിൽ നിന്നുള്ള സബ്ജക്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പൊ ഈ ഒരു ഭാഗത്തിന് 70 മാർക്കിന്റെ വെയിറ്റേജ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ പാർട്ട് കാണാൻ പറ്റും. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് റിസർച്ച് മെത്തഡോളജി ആൻഡ് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്. ഈ ഭാഗത്ത് നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസിന് നമ്മൾ 10 മാർക്കിന്റെ വെയിറ്റേജ് കൊടുത്തിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷമുള്ളത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് 10 മാർക്കിന്റെ ചോദ്യങ്ങളാണ് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുക. അതിനുശേഷം ഏറ്റവും അവസാനമായിട്ട് ജനറൽ നോളജ് ആൻഡ് കറണ്ട് അഫയേഴ്സ്, ഈ ഭാഗത്തിന് 10 മാർക്കിന്റെ വെയിറ്റേജ് നൽകിയിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു വെയിറ്റേജ് കൃത്യമായിട്ട് പാലിച്ചതായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ജനറൽ പാർട്ടിനെ കുറിച്ച് ഞാൻ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. സബ്ജക്റ്റിന്റെ പാർട്ടിനെ കുറിച്ചാണ് നോക്കുന്നത്. സബ്ജക്റ്റിൽ മൊഡ്യൂൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ മൊഡ്യൂൾസിനും പറഞ്ഞിട്ടുള്ള വെയിറ്റേജ് ഏകദേശം പ്രപ്പോർഷനേറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുള്ളതായിട്ട് കാണാൻ പറ്റും. നമുക്ക് അന്ന് അനലൈസ് ചെയ്ത് നോക്കാം. അപ്പൊ ഈ പറഞ്ഞ 2022 HSST ബോട്ടണിയിൽ സബ്ജക്റ്റിന്റെ ഭാഗം എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നത് മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3, മൊഡ്യൂൾ 4, മൊഡ്യൂൾ 5, മൊഡ്യൂൾ 6 ആൻഡ് മൊഡ്യൂൾ 7. ഈ രീതിയിൽ നമ്മൾ 7 മൊഡ്യൂൾസ് ആയിട്ട് ബോട്ടണി എന്നുള്ള സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ മൊഡ്യൂൾസിൽ നിന്നും 10 വെയിറ്റേജ് ആണ് ആക്ച്വലി സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുള്ളതെങ്കിലും ചെറിയ ഡീവിയേഷനിൽ തന്നെയാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. നോക്കാം. നമുക്ക് മൊഡ്യൂൾ 1ൽ നിന്ന് 13 മാർക്കിനുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. മൊഡ്യൂൾ 2ൽ നിന്ന് 8 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. മൊഡ്യൂൾ 3ൽ നിന്ന് 13 ചോദ്യങ്ങൾ വന്നു. മൊഡ്യൂൾ 4ൽ നിന്ന് 14 ചോദ്യങ്ങളും മൊഡ്യൂൾ 5ൽ നിന്ന് 13 ചോദ്യങ്ങളും മൊഡ്യൂൾ 6ൽ നിന്ന് 8 ചോദ്യങ്ങളും വന്നു. എന്നാൽ മൊഡ്യൂൾ 7ൽ നിന്ന് ഒന്നും വന്നിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ കൊടുത്തത്. പക്ഷെ ചില ചോദ്യങ്ങളൊക്കെ റീസെന്റ് ആയിട്ട് ഉള്ള ഡെവലപ്മെന്റ്സ് അതർ സബ്ജക്ട്സുമായിട്ട് കണക്ട് ചെയ്ത് വന്നതുകൊണ്ട് ഞാൻ ആ ഒരു സബ്ജക്റ്റിലേക്ക് വെയിറ്റേജ് കൊടുത്തതുകൊണ്ടാണ് ഇവിടെ താഴെ ഒന്നും വരാഞ്ഞത്. ആക്ച്വലി രണ്ടിലും റിപ്പീറ്റ് ചെയ്ത് വരണ്ടാന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഒന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. മൊഡ്യൂൾ 1ന്റെ കാര്യം നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1ൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത്? ഫൈക്കോളജി, മൈക്കോളജി, പ്ലാന്റ് പാത്തോളജി, ബ്രയോളജി, ടെറിഡോളജി, ജിംനോസ്പേംസ്, മൈക്രോബയോളജി, പാലിയോബോട്ടണി എന്നീ സബ്ജക്റ്റുകളാണ് മൊഡ്യൂൾ 1ൽ വരുന്നത്. ഓരോ സബ്ജക്റ്റിൽ നിന്നും മൈക്കോളജിയിൽ നിന്ന് ഒരു ചോദ്യം, അതേസമയം ഫൈക്കോളജിയിൽ നിന്ന് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. 4 ചോദ്യങ്ങൾ നമ്മൾ പ്ലാന്റ് പാത്തോളജിയിൽ നിന്ന് വന്നതായിട്ട് കണ്ടു. ബ്രയോളജിയിൽ നിന്നും ടെറിഡോളജിയിൽ നിന്നും ഓരോ ചോദ്യം വീതവും, ജിംനോസ്പേമിൽ നിന്ന് 4 ചോദ്യവും ചോദിച്ചു. അപ്പൊ ജിംനോസ്പേമിൽ നിന്ന് കുറേ ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ മൈക്രോബയോളജിയിൽ നിന്ന് 2 ചോദ്യം ചോദിച്ചപ്പോൾ പാലിയോ ബോട്ടണിയിൽ നിന്ന് ചോദ്യങ്ങളെ ചോദിച്ചിട്ടില്ല. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം എല്ലാ ഭാഗത്തു നിന്നും ഓരോ ചോദ്യങ്ങളെങ്കിലും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഫൈക്കോളജിയിൽ നിന്നും പാലിയോ ബോട്ടണിയിൽ നിന്നും ഒരു ചോദ്യം ചോദിച്ചിട്ടില്ല. അത് കഴിഞ്ഞ എക്സാമിന്റെ കാര്യമാണ്. പക്ഷെ അത് വിചാരിച്ചിട്ട് ഈ എക്സാമിന് ഈ 2 സബ്ജക്ട് പഠിക്കാതിരിക്കാൻ പറ്റുമോ? ഇല്ല. ഒരു ചോദ്യമോ 2 ചോദ്യമോ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ പ്ലാന്റ് പാത്തോളജിയിൽ നിന്ന് 4 ചോദ്യവും ജിംനോസ്പേംസിൽ നിന്ന് 4 ചോദ്യവും ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സിലബസ് നോക്കുകയാണെങ്കിൽ സിലബസിൽ ചിലപ്പോൾ ടൈപ്പ് സ്റ്റഡി ഒന്നും മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷേ സൈക്കസും പൈനസിന്റെ ഒക്കെ ഡീറ്റെയിൽസിൽ നിന്ന് ഉള്ളിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ജിംനോസ്പേംസിലൊക്കെ കണ്ടത്. അപ്പൊ അതായത് സിലബസിൽ ലൈഫ് സൈക്കിൾ എന്ന് മാത്രമൊക്കെ ആയിരിക്കും സൂചിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷെ ടൈപ്പ് സ്റ്റഡിയിലേക്ക് നമ്മൾ ഇറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് ആഴത്തിൽ വരുന്ന ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ സാധിക്കില്ല. പൊതുവേ ടൈപ്പ് സ്റ്റഡി വേണോ എന്നുള്ളൊരു ചോദ്യം പല ഉദ്യോഗാർത്ഥികളും ചോദിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. ഇനി പ്ലാന്റ് പാത്തോളജി ആണെങ്കിലും അതിന്റെ സിംറ്റംസ്, പാത്തോജൻസ്, അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നന്നായി പഠിച്ചാൽ മാത്രമേ ഇത്രയും ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് എല്ലാം കിട്ടാൻ സാധിക്കുള്ളൂ, അല്ലേ? അപ്പൊ ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 1ൽ നിന്ന് 13 ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ പറഞ്ഞ വെയിറ്റേജിനേക്കാളും 3 ചോദ്യങ്ങൾ അധികമാണ് മൊഡ്യൂൾ 1ൽ നിന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, രണ്ടാമത്തതാണ് മൊഡ്യൂൾ 2. മൊഡ്യൂൾ 2ൽ നോക്കുകയാണെങ്കിൽ പറഞ്ഞതിൽ നിന്ന് 2 വെയിറ്റേജ് കുറവാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. പക്ഷേ എല്ലാ ഭാഗവും മെൻഷൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു ഭാഗം പോലും നമ്മൾ പഠിക്കാതെ മാറ്റിവെക്കാൻ സാധിക്കില്ല. ഇപ്പോൾ മൈക്രോ ടെക്നിക് നോക്കുകയാണെങ്കിൽ മൈക്രോ ടെക്നിക്കിൽ ഒരുപാട് യൂണിറ്റ്സ് ഉണ്ടാവും. ഇത്രയും യൂണിറ്റ്സ് പഠിച്ചാൽ അതിൽ എവിടെ നിന്നാണ് ഈ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ വരിക നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എല്ലാ ഭാഗങ്ങളും എല്ലാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വ്യക്തമായി പഠിച്ച് മുന്നോട്ട് പോകണം.
ആൻജിയോസ്പേം അനാട്ടമി നോക്കുക, അതിൽ നിന്ന് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. മൈക്രോ ടെക്നിക്കിൽ നിന്ന് എംബ്രിയോളജി, പാലിനോളജി, പ്ലാൻ ബ്രീഡിംഗ്, ഇതിൽ നിന്നെല്ലാം ഓരോ ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. അതേപോലെ ഇവല്യൂഷനിൽ നിന്ന് 2 ചോദ്യം വന്നു. അപ്പോൾ ടോട്ടലായിട്ട് നോക്കുമ്പോൾ മൊഡ്യൂൾ 2-ൽ നിന്ന് 8 ക്വസ്റ്റ്യൻസ് നമുക്ക് കിട്ടി കഴിഞ്ഞ HSST-യിൽ. ഇനി മൊഡ്യൂൾ 3 നോക്കുകയാണെങ്കിൽ മൊഡ്യൂൾ 3-ൽ ഏതൊക്കെയാണുള്ളത്? ടാക്സോണമി, മോർഫോളജി, എക്കണോമിക് ബോട്ടണി, എത്തനോ ബോട്ടണി, ഫൈറ്റോജിയോഗ്രഫി, ഫോറസ്റ്റ് ബോട്ടണി, എൻവയോൺമെന്റൽ ബയോളജി, അതായത് എക്കോളജി. ഇത്രയും പോർഷൻസ് ആണ് മൊഡ്യൂൾ 2-ൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ഫോറസ്റ്റ് ബോട്ടണിയിൽ നിന്നും എക്കണോമിക് ബോട്ടണിയിൽ നിന്നും സ്പെസിഫിക് ആയിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും കണ്ടിട്ടില്ല. പക്ഷേ ടാക്സോണമി, മോർഫോളജിയിൽ നിന്നൊക്കെ 4 ചോദ്യങ്ങളോളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതിനർത്ഥം നല്ല വെയിറ്റേജ് ആ ഒരു ഭാഗത്തിന് കിട്ടി. പിന്നെന്താ, എത്തനോ ബോട്ടണിയിൽ നിന്ന് ഒരു ചോദ്യം ചോദിച്ചു. ജീവനീനെ കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അത് വേണമെങ്കിൽ നമുക്ക് റീസെന്റ് ട്രെൻഡ്സിലേക്കും ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ചില ക്വസ്റ്റ്യൻസ് നമുക്ക് റീസെന്റ് ട്രെൻഡുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷെ അത് സ്പെസിഫിക് സബ്ജക്ട്സിനോട് കണക്ട് ചെയ്തിട്ടാണ് ഞാൻ വെയിറ്റേജ് കൊടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞല്ലോ. ഓക്കെ, ഇനി ഫൈറ്റോ ജിയോഗ്രാഫിയിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എൻവയോൺമെന്റൽ ബയോളജിയിൽ നിന്ന് 3 ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. ടോട്ടലായിട്ട് ഈ മൊഡ്യൂൾ 3-ൽ നിന്ന് 13 ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അതൊരു വലിയ വെയിറ്റേജ് ആണ് അല്ലേ? ഓക്കെ, അടുത്ത മൊഡ്യൂൾ 4. മൊഡ്യൂൾ 4 ആണെങ്കിൽ സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജിയും ജനറ്റിക്സും മാത്രമാണ് ആ ഒരു മൊഡ്യൂളിലുള്ളത്. പക്ഷേ ഈ മൊഡ്യൂൾ ചെറുതല്ല, വലിയൊരു വൈഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. സെൽ ആൻഡ് മോളിക്കുലാർ ബയോളജി ഒരുപാട് കൺസെപ്റ്റുകൾ പഠിക്കാനുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ആ ഒരു ഭാഗത്ത് നിന്ന് മാത്രം 10 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ അറിയാലോ ആ ഒരു ഭാഗത്തിന്റെ ഒരു ഇമ്പോർട്ടൻസ്. അതുപോലെ ജനറ്റിക്സിൽ നിന്നും 4 ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ മൊത്തത്തിൽ ഈ ഒരു മൊഡ്യൂളിന് 10 വെയിറ്റേജ് ആയിരുന്നു മാറ്റി വെച്ചതെങ്കിലും 14 ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ഒന്ന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് തന്നെ പഠിക്കുക. സാധാരണ ബയോളജിക്കലായിട്ടുള്ള ഏത് എക്സാംസിനാണെങ്കിലും മോളിക്കുലാർ ബയോളജിക്ക് കുറച്ചധികം വെയിറ്റേജ് കിട്ടുന്നതായിട്ട് നമുക്ക് അറിയുകയും ചെയ്യാം. അപ്പോൾ HSST-ക്കും നിങ്ങൾ അത് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, ഇനി മൊഡ്യൂൾ 5 നോക്കുമ്പോൾ അതിൽ പ്ലാൻ ഫിസിയോളജി, ബയോ കെമിസ്ട്രി, ബയോഫിസിക്സ്, ബയോസ്റ്റാറ്റിസ്റ്റിക്സ് ഇങ്ങനെയുള്ള 4 സബ്ജക്ട്സ് ആണുള്ളത്. 4 സബ്ജക്ട്സിൽ നിന്നും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ബയോസ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്ന് 1 ചോദ്യം, ബയോഫിസിക്സിൽ നിന്ന് 2 ചോദ്യം, ബയോകെമിസ്ട്രിയിൽ നിന്നും പ്ലാൻ ഫിസിയോളജിയിൽ നിന്നും 5 ചോദ്യങ്ങൾ വീതവും ചോദിച്ചു. അപ്പോൾ മൊത്തത്തിൽ 13 ചോദ്യങ്ങൾ നമ്മൾ മൊഡ്യൂൾ 5-ൽ കണ്ടു. ഓക്കെ, ഇനി മൊഡ്യൂൾ 6-ൽ നോക്കുമ്പോൾ ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 6-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ ഭാഗത്ത് നിന്ന് 8 ചോദ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ എക്സാമിന്. അപ്പോൾ ബയോടെക്നോളജിയിൽ ഉള്ള 4 ചോദ്യം എന്ന് പറയുമ്പോൾ ആ ഭാഗത്തിന് കുറച്ചധികം നല്ല വെയിറ്റേജ് തന്നെ കൊടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇനിയുള്ള ഒരു എക്സാമിനാണെങ്കിലും നല്ല വെയിറ്റേജ് കിട്ടും എന്നുള്ള രീതിയിൽ തന്നെ നന്നായിട്ട് പഠിക്കുക. എല്ലാ കൺസെപ്റ്റുകളും ക്ലിയർ ആയി പഠിച്ചു പോകുന്ന ഒരാൾക്ക് ഏത് ഭാഗത്ത് നിന്ന് ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി മൊഡ്യൂൾ 7 നോക്കുകയാണെങ്കിൽ റീസെന്റ് ഡെവലപ്മെന്റ്സ് ഇൻ ബോട്ടണി എന്നുള്ള ഭാഗമാണ്. അപ്പോൾ ഈ ഭാഗത്തിന്റെ കാര്യം ഞാൻ ഓൾറെഡി 2-3 തവണ മെൻഷൻ ചെയ്തു. മറ്റു ഭാഗങ്ങളിലും മെൻഷൻ ചെയ്തതുകൊണ്ടാണ് ഇവിടെ പ്രത്യേകിച്ച് ആ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കാഞ്ഞത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ 70 ചോദ്യങ്ങളുടെ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് 70 ചോദ്യങ്ങളുടെ ആ ഒരു ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. അപ്പോൾ കഴിഞ്ഞ എക്സാമിന് ഈ രീതിയിലാണ് ഇത്ര വെയിറ്റേജ് ആണ് ലഭിച്ചതെന്ന് കരുതിയിട്ട് ഇനി വരാൻ പോകുന്ന എക്സാമിന് ഇതേ രീതിയിൽ തന്നെ റിപ്പീറ്റേഷൻ വരണമെന്നില്ല. അന്ന് ലഭിച്ച അതേ വെയിറ്റേജ്, ഇപ്പോൾ മോളിക്കുലാർ ബയോളജിക്ക് ആണെങ്കിൽ 10 ചോദ്യങ്ങൾ വന്നു. അപ്പോൾ അതുപോലെ തന്നെ ഇനിയും വരുന്ന എക്സാമിലും നമ്മൾ അങ്ങനെ വരാവൂ എന്ന് വാശി പിടിക്കുന്നതിലൊന്നും കാര്യമില്ല. പക്ഷേ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു അനാലിസിസ് നടത്തിയത്. ഓക്കെ, അപ്പോൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് എക്സാം പാറ്റേണും മാർക്ക് ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെക്ഷൻ ചെയ്തത്. ഉപകാരപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. താങ്ക്